നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 62/2026 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നമ്മൾ 10 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 തൊട്ട് നോക്കാം. എന്താ പറയുന്ന ക്വസ്റ്റ്യൻ? താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതാ? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആണോ? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണല്ലേ. എ ശരിയാണെങ്കിൽ നമുക്ക് എല്ലാത്ത ഓപ്ഷൻ കട്ട് ചെയ്യാം. പിന്നെന്താ? കാർഗിൽ വിജയ് ദിവസം ജൂലൈ 16 അത് ശരിയാണോ? അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ബി തെറ്റാണെങ്കിൽ നമുക്ക് എ ഓപ്ഷൻ കട്ട് ചെയ്യാം. താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അത് ശരിയാണോ? അത് ശരിയാണല്ലേ. താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ശരി? അടുത്തൊന്നും കൂടിയുണ്ട്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് എന്നാ? 1970 അല്ല കേട്ടോ. അപ്പോൾ അതും തെറ്റ്. അപ്പോൾ ഏതൊക്കെ ശരി? എയും സിയുമാണ് കേട്ടോ ശരി. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഷ്കെൻഡ് കരാർ ആരൊക്കെയുമായി ബന്ധപ്പെട്ടതാ? ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ തെറ്റായത് എന്തുകൊണ്ട് തെറ്റി എന്ന് നോക്കാം. കാർഗിൽ വിജയ ദിവസം ഏതാണ്? ജൂലൈ ശരിയാണ്. ജൂലൈ ശരിയാണ്. ഇതിൽ 26 കേട്ടോ. കാർഗിൽ വിജയ ദിവസം എന്നാണ്? ജൂലൈ 26. പിന്നെ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് എന്നാ? 70 1971 കേട്ടോ. 1971 അപ്പോൾ ഒന്നുകൂടി പറയാം. സിംല കരാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. 1972 കേട്ടോ. 72 ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള സിംല കരാർ ഒപ്പുവെച്ചത്. പിന്നെ കാർഗിൽ വിജയ ദിവസം നമ്മൾ പറഞ്ഞു ജൂലൈ 26 പറഞ്ഞു. താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഏത് വർഷമാണ്? 1966. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് എന്നാ? 1971. 12ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാ? ആർ വെങ്കിട്ടരമണിയാണ് കേട്ടോ. ആർ വെങ്കിട്ടരമണിയാണ് എന്ത്? 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാ? ആൻസർ എ ആണ് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഇത് ഡിലീറ്റ് ആക്കാം. ഇതിൽ ജ്ഞാനേഷ് കുമാറാണ് കേട്ടോ. ഇതിൽ ജ്ഞാനേഷ് എന്നല്ല തന്നിരിക്കുന്നത്. ആക്ച്വലി എന്താണ് പേരെന്താണ്? ജ്ഞാനേഷ് കുമാർ കേട്ടോ. ജ്ഞാനേഷ് കുമാറാണ് എന്ത്? നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു അറ്റോർണി ജനറൽ ആരാ? ആർ വെങ്കിട്ടരമണി അല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ അതെത്രയേ ഉള്ളൂ. 18ാം വകുപ്പ് പ്രകാരം എന്തൊക്കെയാണ് നിർത്തലാക്കിയിട്ടുള്ളത്? ബഹുമതികളാണ് അല്ലേ. ബഹുമതികളാണ് 18ാം ആർട്ടിക്കിൾ 18 പ്രകാരം നിർത്തലാക്കിയ എന്താണ്? ബഹുമതികളാണ് നിർത്തലാക്കിയിട്ടുള്ളത്. പിന്നെന്താ പറയുന്നത്? 15ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം ആരുമായി ബന്ധപ്പെട്ടതാ? ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ആമുഖമായിട്ട് മാറിയത് അല്ലേ. അപ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അപ്പോൾ മൗലികാവകാശങ്ങൾ എവിടെ നിന്ന് കടമെടുത്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്? US ഭരണഘടനയിൽ നിന്നുമാണ്. US ഭരണഘടനയിൽ നിന്നുമാണ് എന്ത് കടമെടുത്തിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതിലാ? മൗലിക കടമകൾ എന്നുള്ള വ്യവസ്ഥ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതിലാണ്? 51A അല്ലേ. 51A ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്? അതായത് ലിസ്റ്റുകൾ ഏതിലാണ് ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്? ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ് കേട്ടോ. 7ാം പട്ടികയിലാണ് എന്ത് ഉൾപ്പെട്ടിട്ടുള്ളത്? ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ പുതിയ കറണ്ട് അഫെയർ ആണ് അല്ലേ. ഏതാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേട്ടോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭയുടെ സ്പീക്കർ. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? ഷാനിമോൾ ഉസ്മാനാണല്ലേ. ഷാനിമോൾ ഉസ്മാനാണ് എന്ത്? ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി നോക്കാം.
പിന്നെ ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഏതിൽ പെടുന്നതാ? ഏത് പട്ടികയിൽ പെടുന്നത്? 7ാം പട്ടികയിൽ പെടുന്നതാണ് അല്ലേ. അതേപോലെ മൗലിക കടമകൾ ഏതിൽ പെടുന്നതാ? 51A ആർട്ടിക്കിൾ 51Aയിൽ പെടുന്നതാണ്. മൗലിക അവകാശങ്ങളോ US ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അതേപോലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. അതേപോലെ 18ാം വകുപ്പ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാ? ബഹുമതികളുമായി ബന്ധപ്പെട്ട അല്ലേ. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് എന്താണ്? 18ാം വകുപ്പ് ബഹുമതി നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2025 നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് കേട്ടോ. ജ്ഞാനേഷ് കുമാറാണ്. അതേപോലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ട രമണിയാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു സിംല കരാർ ആരൊക്കെയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. ഏത് വർഷമാണ്? 1972 അതേപോലെ ജൂലൈ 26 എന്ന് പറയുന്നത് കാർഗിൽ വിജയ ദിവസമാണ്. അതേപോലെ താഷ്കന്റ് കരാർ എന്നാണ്? 1966 പിന്നെ ആരൊക്കെ തമ്മിലാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ഒപ്പുവെച്ചതാണ് താഷ്കന്റ് കരാർ അല്ലേ. പിന്നെ അതേപോലെ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് എന്നാണ്? 1971. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ എന്ന് പറയുന്നതിൻ്റെ ഇവിടെയാണ് തെക്ക് വരുന്നത്. ഇവിടെ മധ്യത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ് കേട്ടോ. അതായത് ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ആര് വരുന്നത്? നമ്മുടെ ഇന്ത്യ വരുന്നത് കേട്ടോ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ശരിയാണോ? ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ശരിയാണ്. എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തെന്ന് കിടക്കുന്നത്? ജമ്മു കാശ്മീർ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം? ഏതാണ്? ഹിമാചൽ പ്രദേശാണല്ലേ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. കാരണം എന്താണ്? ജമ്മു കാശ്മീരും ലഡാക്കൊക്കെ എന്താക്കി മാറ്റി? കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അപ്പോൾ ഇന്ത്യയുടെ വടക്കേറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശാണ്. ഇതിൽ ഓപ്ഷനിൽ ചിലപ്പോൾ ജമ്മു കാശ്മീർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ആൻസർ ചിലപ്പോൾ അറിയണ്ടാവും ഹിമാചൽ പ്രദേശാണ്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ജമ്മു കാശ്മീരിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിലുറപ്പിക്കുക ഹിമാചൽ പ്രദേശാണ് വടക്കേറ്റത്ത് സംസ്ഥാനം എന്നുള്ളത്. പിന്നെ ഏതാ? ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം ഗുജറാത്താണോ? കിഴക്കേറ്റത്ത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? D ആണ്. നമുക്ക് പിന്നെ ഒന്ന് ശരിയാണെന്ന് അറിഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്യാം? ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം അല്ലേ. പിന്നെ 2 നമുക്ക് ശരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം. പിന്നെ 3ാമത്തത് നമുക്ക് അറിയാം. ഗുജറാത്ത് ഏതാണ്? പടിഞ്ഞാറാണ് അല്ലേ. പടിഞ്ഞാറാണ് എവിടെ കിടക്കുന്നത്? ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അറ്റത്തുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 21ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? സിന്ധു പതിക്കും അല്ലേ. സിന്ധു അറബിക്കടലിലല്ലേ പതിക്കുക. ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദിയൊക്കെ എങ്ങോട്ടാണ്? കിഴക്കോട്ട് പോകുന്നല്ലേ. അതായത് എവിടെ ചെന്നിട്ടാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ ചെന്നിട്ടാണല്ലേ പതിക്കുന്നത്. അതേപോലെ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മാനരേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി 30 കിഴക്കൻ രേഖാംശം അല്ലേ. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം കേട്ടോ. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 23ാമത്തെ ക്വസ്റ്റ്യൻ. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയാണ്? എവിടെ മുതൽ എവിടെ വരെയാണ്? ഏത് മുതൽ ഏത് വരെയാണ്? അലഹബാദ് മുതൽ നെയ്നി വരെയാണ് കേട്ടോ. അലഹബാദ് മുതൽ നെയ്നി വരെയാണ് 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാ? എക്കൽ മണ്ണാണല്ലേ. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിന് ഏതാണ്? എക്കൽ മണ്ണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഏതാ നിയമസഭാ മണ്ഡലം? പറവൂരാണ് അല്ലേ. പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് VD സതീശൻ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിട്ട് മത്സരിച്ച് വന്ന്. കേരള മുഖ്യമന്ത്രി VD സതീശൻ്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ പറവൂരാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി കേട്ടോ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഏതാ മന്ത്രി?
കെ മുരളീധരനാണ് അല്ലേ, കെ മുരളീധരനാണ്. ഇവിടെ ഓപ്ഷൻ എ കണ്ടില്ലേ, വി, ഇവിടെ കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ ചാടിക്കേറി വിയിലേക്ക് വീണിട്ടുണ്ടായിരിക്കും. കാരണം മുരളീധരനാണെന്ന് നമുക്കറിയാം. നമുക്ക് വി മുരളീധരനെ നമുക്ക് കേട്ട് പരിചയമുണ്ട്, കെ മുരളീധരനെ നമുക്ക് കേട്ട് പരിചയമുണ്ട്. അപ്പോൾ കെ മുരളീധരനാണെന്ന് ഉറപ്പിക്കാൻ എന്താ ഒരു വഴി? നമുക്കറിയാം കരുണാകരൻ്റെ മകനാണ് ആര്, കെ മുരളീധരൻ എന്നുള്ളത്. കരുണാകരൻ കെ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കൊടുത്തിരിക്കുകയെന്ന് വിചാരിച്ചാൽ മതി, കെ മുരളീധരൻ. കണ്ടോ? അപ്പോൾ ഇനി ഒരിക്കലും മാറില്ല. പിന്നെന്താ, നമ്മുടെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരൻ. ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതന്നെയല്ലേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, കിട്ടിയവർക്ക് കിട്ടി, പോയവർക്ക് പോയി. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മണ്ഡലം ഏതാണെന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പറവൂരാണ് അല്ലേ, പറവൂർ. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഏതാ? മീൻവെല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. മീൻവെല്ലം എവിടെ? മീൻവെല്ലം കിടക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ ഒന്നല്ല, ഒന്നുള്ളത് എയുണ്ട് ബിയും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം. അത് നമുക്കറിയാം ഇടുക്കിയിലാണെന്നറിയാം അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ വരുന്നത്. അതായത് ഒന്ന് മാത്രം, മീൻവെല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. മീൻവെല്ലം എവിടെയാണ്? പാലക്കാട് കിടക്കുന്നത്. തുഷാരഗിരി കോഴിക്കോട് കിടക്കുന്നത്. സീതാർകുണ്ട് എവിടെയാ? മലപ്പുറം അല്ലേ. പിന്നെ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ എല്ലാം എന്തിലെ പെടുന്ന? ഇടുക്കി ജില്ലയിലാണ് അല്ലേ. അപ്പോൾ ചീയപ്പാറയും തൊമ്മൻകുത്തും തൂവാനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ലക്കം, ചിന്നക്കനാലും കൂടിയും കേട്ടിട്ടുണ്ടാവും. പിന്നെ വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ഇതൊക്കെ അധികം അങ്ങോട്ട് PSCക്ക് അധികം അങ്ങോട്ട് പരിചിതമല്ലാത്തതും നമ്മളധികം കേൾക്കാത്തതുമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിച്ചിരിക്കുക. അതായത് ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി. വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി. വാളറ, ലക്കം, ചിന്നക്കനാൽ. വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ. ഇത് എവിടുത്തെ വെള്ളച്ചാട്ടങ്ങളാണ്? ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. ഇനി എന്താ 29ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ഏതൊക്കെയാണ്? 100 കിലോമീറ്റർ കൂടുതലുള്ള നദികൾ ഏതൊക്കെയുണ്ട്? ഭാരതപ്പുഴ ഉണ്ട്, കടലുണ്ടി ഉണ്ട്, പിന്നെ ഏതാ? വളപട്ടണം ഉണ്ട്, ചാലിയാറും ഉണ്ട് അല്ലേ. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പോൾ ഭാരതപ്പുഴയുടെ എത്ര കിലോമീറ്ററാണ്? ഭാരതപ്പുഴ 209 കിലോമീറ്റർ കേട്ടോ. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ്. കടലുണ്ടി എത്ര കിലോമീറ്ററാണ്? 130 കിലോമീറ്റർ കേട്ടോ. കടലുണ്ടി എത്ര കിലോമീറ്ററാണ്? 130 കിലോമീറ്ററാണ്. വളപട്ടണം എത്രയാണ്? 110 കിലോമീറ്ററാണ്. ചാലിയാർ എത്രയാണ്? 169 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ അധികം പഠിച്ചിരിക്കുന്ന ഈ 209 നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയാണ്ടാവും. പിന്നെ അതേപോലെ ചാലിയാറും ഏകദേശം 169 അറിയാണ്ടാവും. പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ? 30ാമത്തെ ക്വസ്റ്റ്യനാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? അതായത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന്. എ കെ ആൻ്റണി ആയിട്ടുണ്ട് അല്ലേ. എ കെ ആൻ്റണി നമുക്ക് കുറേ കാലം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ അറിയാവുന്നതായിരിക്കും, കുറച്ച് പേർക്കൊക്കെ അറിയണ്ടാവും. അപ്പോൾ അല്ലാത്ത ഇതും കട്ട് ചെയ്യാം. പിന്നെ സുരേഷ് ഗോപി കേന്ദ്രത്തിലൊക്കെ മന്ത്രിയായി, കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ സുരേഷ് ഗോപി ഇല്ല. പിന്നെ ഒ രാജഗോപാൽ ഉണ്ടോ? ഇല്ല. പിന്നെ വി കെ കൃഷ്ണമേനോന് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതാ ആൻസർ വരിക? ആൻസർ എ ആണ് കേട്ടോ. അതായത് എ കെ ആൻ്റണി, വി കെ കൃഷ്ണമേനോൻ ഇവരൊക്കെ എന്താണ്? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം.
അപ്പോൾ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള ആരൊക്കെയാണ്? AK ആൻ്റണി ഉണ്ട്, അതുപോലെ VK കൃഷ്ണമേനോനുണ്ട് അല്ലേ, VK കൃഷ്ണമേനോനുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു 100 കിലോമീറ്റർ കൂടുതലുള്ള നദികൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയുണ്ട്, കടലുണ്ടി ഉണ്ട്, വളപട്ടണം ഉണ്ട്, ചാലിയാറുണ്ട്. അതിൽ ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. ചാലിയാറിൻ്റെ 169 കിലോമീറ്റർ ആണ്. കടലുണ്ടി പുഴയുടെ 130 കിലോമീറ്റർ ആണ്. വളപട്ടണം പുഴയുടെ 110 കിലോമീറ്റർ ആണ്. അതേപോലെ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ. അതുപോലെ VD സതീശൻ്റെ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? പറവൂരാണ്. അതേപോലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? K മുരളീധരനാണ് കേട്ടോ, K മുരളീധരനാണ്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിന് ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലേ. അതേപോലെ 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ച ഏത് വർഷമാണ്? 1911 കേട്ടോ. 1911 വ്യോമഗതാഗതം ആരംഭിച്ചത്. എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്? അലഹബാദ് മുതൽ നെയ്നി വരെ കേട്ടോ. അലഹബാദ് മുതൽ നെയ്നി വരെയാണ് എന്ത് ആരംഭിച്ചത്? വ്യോമഗതാഗതം ആരംഭിച്ചത്. വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹബാദ് മുതൽ നൈനി വരെയാണ്. അതേപോലെ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം കേട്ടോ. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ്. അതുപോലെ അറബിക്കടലിൽ പതിക്കുന്ന നദി സിന്ധു ആണ്. ഗംഗ, മഹാനദി, ബ്രഹ്മപുത്രയൊക്കെ നദികൾ എങ്ങോട്ടാണ് പോകുന്നത്? ബംഗാൾ ഉൾക്കടലിലേക്കാണല്ലേ പോകുന്നത്. അതേപോലെ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തെക്കായിട്ടാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അതേപോലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതേപോലെ യൂണിയൻ സംസ്ഥാന ലിസ്റ്റുകൾ, അതായത് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് 7ാം പട്ടികയാണ്. പിന്നെ മൗലിക കടമകൾ 51A അതേപോലെ മൗലികാവകാശങ്ങൾ US ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. പിന്നെ ബഹുമതികളൊക്കെ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടത് വകുപ്പ് ഏതാണ്? 18ാം വകുപ്പാണ്. പിന്നെ അതേപോലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. അതേപോലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കട്ടരമണിയാണ്. അതേപോലെ നമ്മൾ സിംല കരാർ ഒപ്പുവെച്ചത് ആരൊക്കെയുമായിട്ടാണ്? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ്. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസം. പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെ ഒപ്പിട്ട കരാറാണ്. താഷ്കന്റ് കരാറിൽ ആരാ ഒപ്പിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. പിന്നെ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971. ഇനി നമുക്കൊരു 10 ക്വസ്റ്റ്യനും കൂടി നോക്കാം കേട്ടോ. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതെല്ലാം പ്രദേശങ്ങൾ തമ്മിൽ നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത്? നിലമ്പൂർ മുതൽ ഗുണ്ടല്ലൂർ വരെയാണ് കേട്ടോ. നിലമ്പൂർ മുതൽ ഗുണ്ടല്ലൂർ വരെയാണ്. എന്ത്? നാടുകാണി ചുരം എവിടെയാണ് കിടക്കുന്നത്? മലപ്പുറത്താണല്ലേ. നാടുകാണി ചുരം എവിടെയാണ്? മലപ്പുറത്താണ്. നിലമ്പൂർ മുതൽ ഗുണ്ടല്ലൂർ വരെയാണ് ഏത് ചുരം? പിന്നെ നാടുകാണി ചുരം എന്ന് പറയുന്നത് നിലമ്പൂർ മുതൽ ഗുണ്ടല്ലൂർ വരെയാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റീസെൻ്റായ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോയെന്നറിയില്ല. അതിൽ ചോദിച്ചിട്ടുണ്ട് കീലേരി കുഞ്ഞിക്കണ്ണന് പിന്നെ സർക്കസ് തുടങ്ങിയത് തലശ്ശേരി, അദ്ദേഹം തുടങ്ങിയതൊക്കെ തലശ്ശേരിയില്ല. അപ്പോൾ തലശ്ശേരിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം, ഇവിടെ ഒന്ന് ചോദിച്ചു, അവിടെ മറ്റൊന്ന് ചോദിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ റീസെൻ്റായി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സർക്കസാണ്. അതേപോലെ 33ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ? മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ശരിയാണോ? ശരിയായ പ്രസ്താവന കേട്ടോ. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം, അതും ശരിയാണ്. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാം. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാം, അതും ശരിയാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള സാഹിത്യ പരിഷത്ത്. കേരള സാഹിത്യ പരിഷത്ത്. അപ്പോൾ ഏതാ ആൻസർ? ആൻസർ ബി ആണ് കേട്ടോ. ആൻസർ ബി ആണ്. അപ്പോൾ എന്താണ്? മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനം പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷി എവിടെ കാണാം? സൈലന്റ് വാലിയിൽ കാണാവുന്ന പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ പക്ഷി. പിന്നെ ആനമുടി ചോലയിൽ കാണാൻ പറ്റുന്ന ഏതിനെ? ട്രിഫേണിനെ കേട്ടോ. ട്രിഫേണിനെയാണ് ആനമുടി ചോലയിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത്. അതേപോലെ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്?
SK ബാലസുബ്രഹ്മണ്യം. ഇതൊന്നും ആർക്കും ഇങ്ങനെ പെട്ടെന്ന് കിട്ടാവുന്നൊരു പോയിന്റ് അല്ല അല്ലേ. ആറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. പിന്നെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അല്ലേ. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പിന്നെ 36ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് ഏത് വർഷമാണ്? കുടുംബശ്രീ 1998 മെയ് 17 അല്ലേ. 1998 മെയ് 17 കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? 37ാമത്തെ ക്വസ്റ്റ്യൻ, കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലമാണ് അല്ലേ. ഏറ്റവും കൂടുതലുള്ളത് ഏതാ? കൂടുതലുള്ളത് കണ്ണൂരിലാണ്. ഏറ്റവും കുറവുള്ളത് കൊല്ലത്താണ്. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിങ് ഏതാണ്? ഏത് പെയിൻറ്റിങ്ങാ? യശോദയും കൃഷ്ണനും കേട്ടോ. യശോദയും കൃഷ്ണൻ ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ കേട്ടോ. അപ്പോൾ ആരെ സ്വന്തമാക്കിയതിന് ചിലപ്പോൾ അടുത്തത് ചോദിക്കുന്നത് ആരുടെ പിന്നെ പെയിൻറ്റിങ് ആണ്, അല്ലെങ്കിൽ ആരുടെയാണെന്നാവും ചോദിക്കുക. അപ്പോൾ ആരുടെയാണ്? രാജാ രവിവർമ്മയുടെയാണ് യശോദയും കൃഷ്ണനും. അതാര് സ്വന്തമാക്കി? ഡോക്ടർ സൈറസ് പൂനവാല. എത്ര രൂപയ്ക്ക് സ്വന്തമാക്കി? 167.2 കോടി രൂപയ്ക്ക്. അപ്പോൾ യശോദയും കൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. 39ാമത്തെ ക്വസ്റ്റ്യൻ, വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളിയാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792 മാർച്ച് 18. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയുന്ന കാര്യമാണ്. 1792 മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ് അടക്കം ചോദിക്കുന്നുണ്ട്. മാർച്ച് 18 കേട്ടോ. 1792 മാർച്ച് 18 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. മാർച്ച് 18 കേട്ടോ. ഓർത്ത് വയ്ക്കുക. മാർച്ച് 18. നമുക്കിനി റിവൈസ് ചെയ്യാം. അയ്യങ്കാളി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടത്? വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. യശോദയും കൃഷ്ണന്മാരുടെ പെയിൻറ്റിംഗ് ആണ്. രാജാ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് ആണ്. അതാര് വാങ്ങി? സൈറസ് പൂനവാല. എത്ര രൂപയ്ക്ക് വാങ്ങി? 167.2 കോടി രൂപയ്ക്ക് വാങ്ങി. അതേപോലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവുള്ളത് ഏതാ? ഏത് ജില്ല? കൊല്ലമാണ്. ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. അതേപോലെ കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17. അതേപോലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതേപോലെ അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യനാണ്. പിന്നെ അതുപോലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2003 ബ്ലാക്ക് ബുൾബുൾ പക്ഷി എവിടെ കാണാം? സൈലന്റ് വാലിയിൽ കാണാം. അതേപോലെ ആനമുടി ചോലയിൽ കാണാൻ പറ്റുന്നത് ട്രിഫേണിനെയാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടന ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. പിന്നെ അതേപോലെ കീലേരി കുഞ്ഞിക്കണ്ണ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാടുകാണി ചുരം എവിടെയാണ്? മലപ്പുറത്താണ്. ഏത് സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നിലമ്പൂർ ടു ഗൂഡല്ലൂർ വരെയാണ് ഏത് നാടുകാണി ചുരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 40 ക്വസ്റ്റ്യനത്തോളം ഈ ഒരു പേപ്പറിൽ 40 ക്വസ്റ്റ്യനത്തോളം 10 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ 11 മുതൽ ഒരു 40 വരെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഇനി ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം മലപ്പുറം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. മലപ്പുറത്തല്ല. എവിടെയാണ്? പാലക്കാടിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. എവിടെയെന്ന് ചോദിച്ചാൽ നെല്ലിയാമ്പതി മലനിരകൾക്ക് അടുത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. അപ്പോൾ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. അത് ഓർത്തിരിക്കണേ. മലപ്പുറം അല്ല. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്.